മക്കളെ, നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. ഇഫ് ദ ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഫണ്ടമെന്റൽസ് ആണ് ചാപ്റ്റർ, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഫംഗ്ഷൻസിൽ ഡൊമെയിൻ കണ്ടുപിടിക്കാനുള്ള ഭാഗത്തിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷനിൽ ഡൊമെയിൻ കണ്ടുപിടിക്കുക എന്നാണ്. രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. അതിൽ ആദ്യത്തെ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ ലോഗ് എന്ന് പറഞ്ഞിട്ട് 18x - x² - 77 എന്ന് പറഞ്ഞ ആൽഫ ബീറ്റയാണ്. രണ്ടാമത്തെ ഡൊമെയിൻ എന്ന് പറയുന്ന സമയത്ത് ഗാമ ഡെൽറ്റയാണ്. ഗാമ ഡെൽറ്റ ദെൻ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ = എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫംഗ്ഷൻ്റെ ആയിട്ട് ഡൊമെയിൻ എടുക്കുക. ആദ്യത്തെ ഫംഗ്ഷൻ ഇങ്ങനെയാണ്, ലോഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ log x എന്ന് പറയുകയാണെങ്കിൽ x > 0 ആയിരിക്കണം. സോ നമ്മൾ എഴുതുകയാണ് 18x - x² - 77 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ > 0 ആവണം. അതായത് x² - 18x + 77 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവണം? <0 ആവണം. ഇത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. x - 7 × x - 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? <0 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? 7 < x < 11 എന്ന് കിട്ടുമോ നോക്കിക്കോളൂ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ആ ഡൊമെയിനാണ് നമ്മളോട് ആൽഫ ബീറ്റ ക്ലോസ്ഡ് ഓപ്പൺ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനിനി എഴുതി വെക്കുകയാണ്, സമയമില്ല. ആൽഫ = 7 ആൻഡ് ബീറ്റ = 11. ഇത് കിട്ടിക്കഴിഞ്ഞു കേട്ടോ. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ ഡൊമൈനിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്? ഗാമയും ഡെൽറ്റയും എടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് വെച്ചാൽ എപ്പോഴും ലോഗിൽ നമുക്ക് ബേസ് ആയിട്ട് വരുന്ന നമ്പർ x - 1 ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? ആ ബേസ് എന്താണ്? ആ x - 1 > എന്താവണം? 0 ആവണം എന്നുള്ള കാര്യം ഓർമ്മിച്ച് വയ്ക്കുക. ബേസ് > 0 ആവണം ആൻഡ് ബേസ് ≠ 1. ഒന്നുകിലും അതില്ല, ബേസ് ലൈസ് ബിറ്റ്വീൻ 0 to 1 അല്ലെങ്കിൽ 1 > 1. അതാണ് കണ്ടീഷൻ. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാവും x എന്താണ്? 1 ആണ്. x > 1 ആയിരിക്കണം എന്നുള്ള കാര്യം നമുക്ക് ഓക്കെയാണ്. ഇനി ബേസ് ≠ 1, x - 1 എന്താവരുത്? 1 ആവരുത്. അപ്പോൾ x ≠ 2. അപ്പോൾ ആ ബേസിൽ നിന്ന്, ആ x - 1ൽ നിന്ന് ഈ കാര്യം നമ്മൾ എടുത്തു വെക്കണം ഫസ്റ്റ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി log x എന്ന് പറയുമ്പോൾ x > 0 ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, എന്താണ്? 2x² പ്ലസ് അല്ലേ? 2x² പ്ലസ് ഇനി എന്താ നോക്കണേ? 3x 2x² പ്ലസ് 3x -2 2x² പ്ലസ് 3x -2 ഡിവൈഡഡ് ബൈ x² - 3x - 4 x² - 3x - 4 എന്ന് പറയുന്നത് എന്താവണം? > 0 ആവണം. ഇനി നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആ ന്യൂമറേറ്ററിനെ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യുക. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡിൽ ഫാക്ടറൈസ് ചെയ്യുക. സോ ദാറ്റ് ഈസ് 2x - 1 × x + 2 എന്ന് നമുക്കതിനെ ഫാക്ടറൈസ് ചെയ്യാം ന്യൂമറേറ്ററിനെ. 2x - 1 × x + 2 ഡിവൈഡഡ് ബൈ x² - 3x - 4നെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? x² - 3x x² - 3x -4 ആണ്. അപ്പോൾ അത് x - 4 × x - 4 × x + 1 എന്ന് നമുക്കതിനെ ഫാക്ടറൈസ് ചെയ്യാം. x - 4 × x + 1 ആണ്. ഇത് > 0. അപ്പം ഈ ന്യൂമറേറ്റർ നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ച് ഞാൻ ഫാക്ടറൈസ് ചെയ്തു. ഡിനോമിനേറ്റർ നമ്മൾ സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം വെച്ച് ഫാക്ടറൈസ് ചെയ്ത് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? വേവി കർവ് മെത്തേഡിലേക്ക് നമ്മൾ പോകുന്നു. ഇത് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് പോയിന്റ്സ് എന്ന് നമ്മൾ നോക്കണം. 2x - 1 0 ആവണമെങ്കിൽ, അപ്പോൾ ഇവിടെ ഒരു x + 1 0 ആവണമെങ്കിൽ x - 1 വരും. പിന്നെ വരുന്നത് x + 2 0 ആവണമെങ്കിൽ x - 2 വരും. അപ്പോൾ ഇവിടെ x + 1 0 ആവണമെങ്കിൽ x - 1, x + 2 0 ആവണമെങ്കിൽ x - 2 വരും. അടുത്തത് 1/2 ആണ് 2x - 1ൽ. അടുത്തത് എന്താണ്? 4 ആണ് എന്ന് മനസ്സിലായി. ഈ പോയിന്റുകൾ മാർക്ക് ചെയ്തു. ഓക്കെ,
ഇനി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ആദ്യത്തേൽ ഇവിടെ പോസിറ്റീവാണ്, ഇതിൽ നെഗറ്റീവാണ്, ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്, ഇവിടെ പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആവുന്ന ഇൻ്റർവെൽസ് എന്ന് പറയുന്ന സമയത്ത് -∞ ടു ഏത് വരെ -2 യൂണിയൻ -1 ടു 1/2 യൂണിയൻ 4 ടു ഇൻഫിനിറ്റി എന്നാണ് സംഭവം. ഇനി നോക്കുക, ഇനി നമ്മളെ കണ്ടീഷൻ വെച്ചിട്ട് ഇവിടെ ഒരു കണ്ടീഷൻ നമ്മൾ എഴുതി വെച്ചത് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ എന്താണ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം എന്നുള്ള കാര്യം മറന്നു പോകരുത്. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആവണം. ഇതും സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം നമുക്ക് ഒഴിവാക്കാം. ഇത് പോവും. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആവണം. ഗ്രേറ്റർ ദാൻ 1 ആവുന്ന വാല്യൂവും ഇതും തമ്മിലുള്ള ഇന്റർസെക്ഷൻ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതെന്താണ് 4 ടു ഇൻഫിനിറ്റി എന്നേ വരുള്ളൂ അല്ലേ? 4 ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമ ഡെൽറ്റയാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗാമ ഈക്വൽ ടു 4. അവിടെ ഡെൽറ്റ എന്നായിരിക്കില്ല, ഗാമ ടു ഇൻഫിനിറ്റി എന്നായിരിക്കും കേട്ടോ. ക്വസ്റ്റ്യനിൽ ഗാമ ടു ഇൻഫിനിറ്റി എന്നാവും. അല്ലെങ്കിൽ ഡെൽ. അപ്പോൾ ഗാമ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നോക്ക്, ആൻസറിലേക്ക് എത്തി. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 പ്ലസ് ബീറ്റ സ്ക്വയർ, ബീറ്റ എത്രയാണ്? 11 ആണ്. അപ്പോൾ ബീറ്റ സ്ക്വയർ 121, ഗാമ സ്ക്വയർ എന്താ 16 ആണ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 186 എന്നാണ് ആൻസർ വരിക. 186 എന്ന് പറയുമ്പോൾ തേർഡ് ഓപ്ഷൻ ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ.